എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഒരു റെസ്റ്റോറൻറ്റിനെ നമ്മുടെ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചതാണ്ടായി. വെസ്റ്റ് ബണിച്ചോ ഇന്റർബൽ സൗത്ത് ആഫ്രിക്ക. ഇത് കണ്ടോ, ക്യാമ്പ് ചെയ്യാൻ പോകുമ്പോ നമുക്ക് ഐസ് ബാഗ് കണ്ടോ, ഐസ് ഇട്ട് പോകാൻ പറ്റിയ ബാഗാണ്. 50 years, 50 വർഷമുള്ളൊരു മാരുവട്ടോ. ഇത് ക്ലോത്ത് ഷോപ്പാട്ടാ. ഇവിടുത്തെ തരത്തിലുള്ള നമുക്ക് കുറേ സമയം ഇങ്ങനെ ടെൻഷൻ അടിച്ച് കളയാണ്ട് ഇതുപോലെ ഒരു ലൊക്കേഷനിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെറിയ ആർട്ടൊക്കെ ചെയ്യാം. അയ്യോ, എനിക്ക് മണ്ടത്തിന് പറ്റി. ഇന്ന് നമ്മുടെ ബലീറ്റോലെ ഡേ 2 ആട്ടോ. നല്ല കടലിൻ്റെ സൗണ്ട് കേട്ട് ഉറങ്ങിയിട്ട് കാലത്തേ തന്നെ എഴുന്നേറ്റ് വളരെ റെയറായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളൂ. എന്നാലും പോയിട്ട് ആ സൂര്യോദയം കാണാനുള്ള രസമുണ്ടല്ലോ, അതും അകലെയായിട്ട് കപ്പലുകൾ ഇങ്ങനെ നിർത്തിയിട്ടാണ് കാണാം. എന്ത് രസാലേ. സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഉദിച്ചു വരുന്ന സൂര്യനും അതിന് തൊട്ടടുത്തായിട്ട് കപ്പലും കാണുന്നത്. ആ സ്ഥലം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫിഷിംഗ് റോഡുകൾ വെച്ചിട്ട് അവിടെ നിന്നും ബീച്ചിലായിട്ടും ഒക്കെ ഇഷ്ടം പോലെ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം മീൻ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ അതിശയിച്ചു പോയി. കാലത്ത് തന്നെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഈ സ്ഥലം ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്. ഹലോ ഹലോ പറഞ്ഞു ചന്ദ്രപ്പ് ഇവിടെ തന്നെ വെറുതെ വിടില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടല്. ഇവിടെ കുറേ നല്ല നല്ല വീടുകളുണ്ടോ. നടക്കാനിറങ്ങുമ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം. ഈ ഒരു വെക്കേഷൻ കുറച്ച് റിലാക്സ് ആയിട്ട് അധികം ഓടിച്ചാടി സംഭവങ്ങൾ ചെയ്യാണ്ട് കുറച്ച് റിലാക്സ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളെന്താ കാലത്ത് തന്നെ നമ്മൾ ജോഗിങ്ങിനൊക്കെ പോയി വന്നു, കുളിച്ചു, നല്ല ഫ്രഷായി, അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ജോഗിങ് ചെയ്തിട്ടില്ല ഇതുവരെ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു മീനാണ്, സ്മോക്ക് ചെയ്ത മീൻ, അവക്കാഡോ, പിന്നെ ഒരു എഗ്ഗ്, പിന്നെ ഫെറ്റ ചീസ്, അതൊക്കെയുള്ള സംഭവമാണ്. പിന്നെ ഞാനൊരു കാപ്പി മേടിച്ചു, റെഡ് ക്യാപ്പിച്ചീനോ എന്ന് പറയും ഇതിൻ്റെ പേര്. നമ്മളേതെങ്കിലും പുതിയ സ്ഥലത്ത് ചെല്ലുമ്പേ അവിടുത്തെ ഭക്ഷണം കഴിക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ സ്മോക്ക്ഡ് ട്രൗട്ട് ആയിരുന്നു ഒരു മീന്, പിന്നെ ബ്രെഡ്, ഒരു ഇംഗ്ലീഷ് കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഷുഗർ റഷ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിൽ വന്നിരിക്കുക കേട്ടോ. ഈ ബലീറ്റോയിൽ ബീച്ചാണ് കൂടുതലായിട്ട് ചെയ്യാനുള്ള പരിപാടി. പിന്നെ അങ്ങനത്തെ കുറേ പരിപാടികളൊന്നുമില്ല. പക്ഷേ ഇത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു പാർക്കാണെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് വന്നിട്ട് ഈ ഷുഗർ റഷ് പാർക്ക് എന്ന് പറഞ്ഞ പാർക്ക് കാണാം കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ ട്രെയിൻ ഉണ്ട്
കേട്ടോ. അപ്പം ഞാൻ പറയായിരുന്നു ഇത് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമുള്ളതാണെന്ന്. ഇതാണ് അതെ ഇത്. അപ്പോൾ വിചാരിക്കായിരുന്നു ഇത് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും വേണമെങ്കിൽ ഇതിൽ കയറാം. തനി ചമ്മി നാറാൻ പോവാട്ടോ. പക്ഷെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. നോക്കി വലിയ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ട്രെയിന്. പിന്നെ ആക്ച്വലി ശരിക്കുള്ള വീലൊക്കെ ഉണ്ട്. നമ്മളെ ട്രെയിനിന്റെ മുകളിൽ കയറി. കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു മഗ് ഡെക്കറേറ്റ് ചെയ്തെടുത്താണ്. ഞാനാണത് ഇവിടെ കപ്പ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പൂവുകളുള്ള കപ്പാട്ടോ പെയിൻറ് ചെയ്യുന്നത്. എനിക്കിതൊക്കെ ഇഷ്ടമാണ് സത്യം കുറച്ച്. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ കപ്പ് എങ്ങനെയാവുന്നത്. കുറേ പെയിൻറ്റുകളൊക്കെ ഇവർ തന്നിട്ടുണ്ട്. കൂടാണ്ട് വെള്ളം, ബ്രഷ് ഇതൊക്കെ ഉണ്ട്. ഇത് നമുക്ക് റിലാക്സ് ചെയ്തത് ഇങ്ങനെ നല്ലൊരു ഏരിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ആർട്ട് ഏരിയയിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ നല്ല രസമാണ്. നമുക്ക് കുറേ സമയം ഇങ്ങനെ ടെൻഷൻ അടിച്ച് കളയാണ്ട് ഇതുപോലെ ഒരു ലൊക്കേഷനിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെറിയ ആർട്ടൊക്കെ ചെയ്യുക. പിന്നെ ചന്ദ്രപ്പിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. ചൂട്ടിട്ട് സ്ലൈം ഉണ്ടാക്കി കണ്ടോ. അപ്പോൾ നമ്മുടെ മഗ്ഗിൻ്റെ പെയിൻ്റ് അടി കഴിഞ്ഞു കേട്ടോ. കുറേ നേരം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. ബലീറ്റോ എന്ന് പറഞ്ഞ സ്ഥലമായതുകൊണ്ട് ബലീറ്റോൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തൊരു പച്ചപ്പാണ് സാധനം. നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ബലീറ്റോ എന്നുള്ള ഉള്ള തന്നെ ബലീറ്റോയിലുള്ള ഒരു ഫാർമേഴ്സ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ ട്രെയിനിൻ്റെ സിമ്പിളുണ്ട്. ട്രെയിൻ വരുമെന്ന് എഴുതിയത് there are trains. ഷോ ഒരാൾ നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഇവിടെ ഗേറ്റ് ഒന്നുമില്ല. ട്രെയിൻ ക്രോസിംഗ് ആളുള്ളത് നന്നായി. അല്ല നമ്മൾ പേടിക്കും. കാരണം ഇവിടെ പെട്ടെന്നൊന്നും കാണാനും പറ്റുന്നുണ്ടോ. അയ്യോ ഇവിടെ ഇന്ത്യക്കാരുടെ സ്റ്റോളിലുണ്ടല്ലോ സമോസ വിൽക്കാൻ വെച്ചിട്ടുണ്ടേ. നമുക്കാണെങ്കിൽ ലൈറ്റായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു സമോസ മേടിച്ച് തിന്നാണ്. ഇവിടുത്തെ ഇന്ത്യക്കാരുടെ സമോസ സൂപ്പറായിരിക്കും കേട്ടോ. നമ്മുടെ സമോസ പോലെയല്ല, ഇതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഈ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാവും. 50 years 50 വർഷമുള്ളൊരു മാരു കേട്ടോ. മൈ ഗോഡ്. ഇതുണ്ടോ? How much it will cost? Around there is 11,000. 11,000 rand. 11,000. നമ്മുടെ നാട്ടിൽ 55,000 രൂപ വിലയുണ്ട് ഇത്. ഇത് 60 വർഷം. What tree is this one? Around is a Chinese elm. Chinese elm. Elm. Oh. So 60 വർഷമുള്ള പ്രായമുള്ള മരം. ഇത് 50 വർഷം പ്രായമുള്ള മരം. And these ones? These ones are ficuses. So that's about 25 years old. Oh. And this one? Same. Yeah, these three are the same. ഇവിടെ മുഴുവൻ ചെടികളുടെ സ്റ്റോൾസ് ആണ് കണ്ടോ. ഫുൾ ബോൺസായി, നമ്മുടെ വീട്ടിൽ വയ്ക്കാനുള്ള പലതരത്തിലുള്ള ചെടികൾ, തൂക്കിയിടുന്ന ചെടികൾ, അങ്ങനെ പലതും ഉണ്ട്. ഇത് മൊത്തം ഫാർമേഴ്സിന്
ഇവിടുത്തെ ഈ ബലീറ്റോയിലുള്ള ഫാർമേഴ്സ് വന്ന് വെക്കണ ചെടി വിൽക്കാൻ വെച്ചത് മുഴുവൻ. എന്ത് രസം നോക്കണേ, ഈ കപ്പൊക്കെ നല്ല രസമല്ലേ. പലതരത്തിലുള്ള സോസുകളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ടോ. റെഡ് മസറ, ഇത് എരിവുള്ള ചട്നി പോലത്തെ സാധനം കേട്ടോ. ഹണി ഉണ്ട്, പിന്നെ കുറേ തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ടേസ്റ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് കണ്ടോ, ക്യാമ്പ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഐസ് ബാഗ് കണ്ടോ, ഐസ് ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ ബാഗാ ഇത് കണ്ടോ. ഇവിടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ഐസാണ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പുറത്തും വേറെ ബാഗുകളുണ്ട് കണ്ടോ. ഇതൊക്കെ കൂളിംഗ് ബാഗാണ്, കൂളിംഗ് ബാഗ്. ഇറ്റ്സ് ഐസ് ബോക്സ്, ഇറ്റ്സ് നൈസ്. ഇത് വേണം നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഫുള്ള്. എന്തൊക്കെയാന്ന് നോക്കി, നല്ല രസമുണ്ട്. ഗാർഡൻ ആദ്യം വേണം, അതാണ് റിക്വയർമെൻറ്റ്. ഗാർഡൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ വെക്കാം കണ്ടോ. ഇത് മുഴുവൻ എന്തുകൊണ്ടാണിത്, ഇത് പ്ലാസ്റ്റർ പാരീസ് ആട്ടോ. പ്ലാസ്റ്റർ പാരീസിൽ ഉണ്ടാക്കിയതാണ് മൊത്തം. നോക്കാം അവിടെ കണ്ടോ, സിംഹം. നമ്മുടെ നാട്ടിൽ സിംഹമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ സിംഹം അങ്ങനെ എല്ലാ മൃഗങ്ങളും, ഈ വന്തോക്ക് പന്നി എല്ലാം ഉണ്ട്. ഇതൊക്കെ ആൾക്കാർ മേടിക്കുവോ? ഡോങ്കി ഉണ്ടോ, ഡോങ്കി കണ്ടോ. അയ്യോ, ഹിപ്പോ ഉണ്ടോ? നമുക്ക് 2 ഹിപ്പോകൾ ഇരിപ്പുണ്ട്. അയ്യോ, എന്താ ഒരു ഡോഗ്. ആൾക്കാർ പട്ടികളെയും കുട്ടികളെയും പൂച്ചകളെയൊക്കെ കൊണ്ടുപോകാം. അങ്ങനത്തെ ഫാർമേഴ്സ് മാർക്കറ്റ് വരിക. ഓക്കെ, ഈവൻ ടോർട്ടോയ്സ് എടുക്കുന്നുണ്ട് 3 ഡിഫറെന്റ്. ഇതെല്ലാം തന്നെ 3D പ്രിന്റ് ചെയ്തിട്ടുള്ള ടോയ്സ് ആട്ടോ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ 3D പ്രിന്റ് ചെയ്ത ടോയ്സ് വിൽക്കാൻ വെച്ചുകൊണ്ട് കാണുന്നത്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് മൂവ് ചെയ്യുന്ന തരത്തിലുള്ള ടോയ്സ് ആണ്. പലതരത്തിലുള്ള നമ്മൾ ഊഹിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ 3D പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രാഗൺ, പിന്നെ പലതരത്തിലുള്ള പല്ലികള്, ഈവൻ ദിനോസർ, അങ്ങനെ എല്ലാം. ഇത് ക്ലോത്ത് ഷോപ്പാടാ. ഇവിടുത്തെ തരത്തിലുള്ള പലതരത്തിലുള്ള ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ, ഇത് മറ്റേ തരത്തിലുള്ള പാൻറ് കണ്ടോ, അത് കൊള്ളാലേ, എനിക്കിഷ്ടപ്പെട്ടു. ഹൗ മച്ച്, എത്ര കാശാ? 390. വിലയുണ്ട്, പ്രൈസ് ഉണ്ട് ഇതിനൊക്കെ. ഇത് കണ്ടോ, നമുക്ക് ഈസി ആയിട്ടുള്ള സ്കേർട്ട്സും പാൻസും അങ്ങനത്തെ ഒക്കെയാണ്. ഇത് മുഴുവൻ ഫ്രോക്ക് അങ്ങനത്തെ സാധനമൊക്കെയാണ്. നമ്മൾക്ക് എന്താ പറയുക, പലതരത്തിലുള്ള ഫ്രോക്കുകൾ, കുർത്ത പോലത്തെയൊക്കെ ഉണ്ട് ആക്ച്വലി. പിന്നെ ഉടുപ്പുകൾ കണ്ടോ, ഈ നാട്ടിൽ ഇങ്ങനത്തെ മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ ഇത് സ്കേർട്ട്സ് കേട്ടോ കണ്ടോ. നമ്മുടെ ഇന്ത്യയിലെ സ്കേർട്ട് പോലെ ഉണ്ട് സത്യം പറഞ്ഞത്. നോക്ക്, ഇത് ഇന്ത്യൻ കടകളിലൊക്കെ ഞാൻ ഇങ്ങനത്തെ സ്കേർട്ട് കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് ഇന്ത്യൻ മെറ്റീരിയൽസിൻ്റെ ഇത്. അതിൻ്റെ മിനി സ്കർട്ടും ഉണ്ട് കണ്ടോ, മിനി സ്കർട്ട്. എല്ലാം ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാ. കുഞ്ഞു വാവകളുടെ നമ്മുടെ ഫുട്ബോൾ ടീംസിൻ്റെ ജേഴ്സികളാട്ടോ. മാഞ്ചസ്റ്റർ ഉണ്ട് കണ്ടോ, മാഞ്ചസ്റ്റർ. പിന്നെ അതാ ഇത് LFC. പിന്നെ ഇതേതായിരുന്നു, നോക്ക്, ചെൽസി ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും കുഞ്ഞു വാവകളുടെ ഫുട്ബോളിൻ്റെ ജേഴ്സീസ് പല ഏജിലുള്ളവർ കണ്ടോ. അയ്യോ, എനിക്ക് മണ്ടത്തിന് പറ്റി. കുഞ്ഞുകുട്ടികളുടെ അല്ല, പട്ടികളുടെയാ. അത് കണ്ടിട്ട് കുഞ്ഞുകുട്ടികളുടെ പോലെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതെന്താണെന്ന് വെച്ചാൽ കഴുത്തിൽ കെട്ടി കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഡോഗ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡോഗ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടീംസിൻ്റെ ഞാൻ വിചാരിച്ച കുട്ടിയല്ല കേട്ടോ, സോറി, ഇത് പട്ടിയാണ്. ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഇത്ര വലിയൊരു മണ്ടത്തരം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ കാണുന്നതൊക്കെ കുട്ടികളുടെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് കുട്ടികളുടെ അല്ല, ഇത് പട്ടികളുടെയാണ്. പട്ടികൾക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെയാണ് ഇത്. എല്ലാം പട്ടികളുടെ ഡ്രസ്സാണ് ഇതെല്ലാം. ഈ ടീംസിനെല്ലാം പട്ടികളുടെയാണ്. ഡോഗ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ളതായിട്ട് ഇത് മൊത്തം. ഞാനും വിചാരിച്ചേ ഈ കോളർ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കണ്ടോ ഇവിടെ കഴുത്തിൽ കെട്ടുന്ന കോളറ്, പിന്നെ ഇവിടെ കണ്ട പട്ടീൻ്റെ പാടം. പിന്നെ ഈ ഒരു ഫാമേഴ്സ് മാർക്കറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബണ്ണീൻ്റെ സ്റ്റോള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുയൽ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ മുയൽ കുഞ്ഞുങ്ങളെ ഒരു സ്ത്രീ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കും. കുറേ എണ്ണം ഉണ്ട്. ആക്ച്വലി ഇവിടെ 50 റാൻഡ്, അതായത് നമ്മുടെ നാട്ടിലൊരു 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറത്തേക്ക് ഇതിൽ ഏത് ബണ്ണീനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ, കുട്ടികളിങ്ങനെ മടിയിൽ വെച്ച് തലോടിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ നമുക്ക് തലോടാൻ പറ്റൂട്ടാ. സത്യം പറഞ്ഞാൽ പുറത്ത് നിന്നത് കാണുന്ന ആൾക്കാർ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു ബണ്ണീനെ എടുത്ത് തലോടി എന്നുള്ളതോ അല്ല യാതൊരു സംശയമില്ല. 100% ഉറപ്പാണ്. എനിക്ക് തന്നെ എല്ലാം കണ്ടിട്ട് ഒടുക്കത്തെ ക്യൂട്ട് എല്ലാവരും. എന്തൊരു ഭംഗിയാണെന്നറിയോ. അത് മാത്രമല്ല ഇവർ കടിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പം സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കയറി ഇരിക്കും. അത് ഇവർക്ക് എങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നതും ഈ ചെറിയ ചെറിയ പാലറ്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുഡ്, അതിങ്ങനെ കഴിക്കാൻ കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എല്ലാറ്റിങ്ങളും ഇങ്ങനെ ഒരു കൂടയിൽ എല്ലാവരുടെ കയ്യിൽ കേട്ട് ഇങ്ങനെ ഇരിക്കണേ എന്ത് രസമാണെന്നറിയോ. അരമണിക്കൂർ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അതാണ് വേറെ തമാശ. പക്ഷെ ഭയങ്കര നൈസായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സ്ത്രീ ഇതിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറഞ്ഞാൽ ഇവർ കൊണ്ടുവരും. അവർക്കൊരു ഫിക്സ്ഡ് ചാർജ് ഉണ്ട്. അപ്പോൾ എന്തൊരു നല്ലൊരു ബിസിനസ് ഐഡിയ നോക്കണം. എക്സിബിഷൻസിലും കുട്ടികളാണെങ്കിൽ ഇത് കണ്ടാൽ അപ്പം എന്തായാലും എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയത്. ഈ മറ്റേ ബർത്ത്ഡേ പാർട്ടിക്കാണെങ്കിലും നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ഇങ്ങനെ മൊയിലുകളെ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇത് കണ്ട എൻ്റെ മോൾക്ക് തന്നെ ടുട്ടുവിന് ഇതിനെ കണ്ടിട്ട് നിലത്ത് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. അരമണിക്കൂറും കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു. നമ്മളുടെ മറ്റു ഫാമേഴ്സ് മാർക്കറ്റൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായി വിശന്നു. അപ്പോൾ ഡർബൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ബലീറ്റോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡർബൻ ഇന്ത്യക്കാരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഡർബൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് കുറച്ച് ബണീച്ചോ അങ്ങനെയൊക്കെ ഉള്ള ഡിഷുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, അത് ഇവരുടെ പ്രോൺ കറി അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് കാണിച്ചു തരാം. നല്ല ഒരു വെറൈറ്റി, നമ്മുടെ പോലത്തെ ടേസ്റ്റ് അല്ല, വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കാം. അപ്പം നമ്മൾ ബിരിയാണി മേടിച്ചു. മട്ടൻ ബിരിയാണിയാണിത്. ഇത് ഇവിടുത്തെ ഡർബൻ സ്റ്റൈൽ ബിരിയാണി കേട്ടോ. പിന്നെ നമ്മൾ മട്ടൻ ബണീച്ചോ മേടിച്ചു. ഇത് ബോൺലെസ് ആണ്. ഇത് വെറും സാധാ മട്ടൺ. ഇത് സെപ്പറേറ്റ് നല്ല പീസുകളൊക്കെ ഉള്ളത്. ഇത് മട്ടൺ ബിരിയാണിയാണ്. ഇത് ബട്ടർ ചിക്കൻ ബണീച്ചോണ്. ബണീച്ചോ എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ ഉള്ളിൽ മട്ടൻ കറി നിറച്ചിട്ടുള്ള ഡർബൻ ഇന്ത്യൻ സ്റ്റൈലിലൊരു ഡിഷാണ്. പിന്നെ ഇത് പ്രോൺ കറിയാണ് കേട്ടോ, പ്രോൺ കറി. ഈ ബലീറ്റോ എന്ന് പറയുന്നത് ഡർബന്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഈ ഡർബനിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുണ്ട്. ആക്ച്വലി 100-200 കൊല്ലം മുന്നേ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇന്ത്യക്കാരെയും ഇവിടെ കൊണ്ടുവന്നിട്ട് അടിമകളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ജനറേഷൻ ഇങ്ങനെ പെറ്റുപെരുക്കി ഇപ്പം ഡർബൻ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇന്ത്യക്കാരുണ്ട്. ഈവൻ ജോർബർഗിലും ഉണ്ട്. പക്ഷേ ഈ ഡർബൻ ഇന്ത്യക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡിഷാണ് ബണീച്ചോ. ബണീച്ചോ എന്ന് പറയുന്നത് ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ അവരൊരു കറി നിറയ്ക്കും. അത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒന്നില്ലെങ്കിൽ മട്ടൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി നിറയ്ക്കും. അത് ഒരുതരം ക്യാരറ്റ് സാലഡിനൊപ്പമാണ് ഇവർ തരിക. സത്യം പറയാലോ, ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഈ സൗത്ത് ആഫ്രിക്കയിൽ വന്ന ഈ ഡർബൻ ഇന്ത്യക്കാരുടെ ഈ ബണീച്ചോ എന്ന് പറഞ്ഞ ഡിഷ് നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്തിരിക്കണം. നല്ല അടിപൊളി കറിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവർ നിറയ്ക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മുടെ പോലെയല്ല എങ്കിലും സാമ്യമുള്ള ഒരു തരം കറിയാണ്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇത്
കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത് ബെസ്റ്റ് ബണ്ണിച്ചവ്, ഡർബനിലെ ഏറ്റവും നല്ല ബണ്ണിച്ചവ് എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയ ഒരു ഷോപ്പാണ്. ഇത് തേടി ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണ്, നമ്മൾ ഓർഡർ ചെയ്തത് 2 വെറൈറ്റി ഓർഡർ ചെയ്തായിരുന്നു. ഒന്ന് മട്ടൻ്റെ നല്ല പീസ് ഇട്ട ബോൺലെസ് ആയിട്ടുള്ള ബണീച്ചോ, പിന്നെ ഇതിൽ ഉരുളൻകിഴങ്ങും ഇവരിടും, പിന്നെ ഒരു ക്യാരറ്റ് സാലഡും തരും. അത് എല്ലാവിടെയും ഓൾമോസ്റ്റ് എല്ലാ ഡർബൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലും ഈ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഡിഷാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് ബിരിയാണി. ബിരിയാണി എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ബിരിയാണി എന്ന് നിങ്ങൾ വിചാരിക്കരുതിട്ട്, അത് അതുപോലത്തെ ബിരിയാണിയേ അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് അതിൽ പരിപ്പും കൂടി ഇട്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ ബണീച്ചോ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല നമുക്ക് കഴിക്കാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ടേക്ക് അവേ എടുത്തിട്ട് വൈകുന്നേരം ഡിന്നറായിട്ട് ഇത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ബിരിയാണി എടുത്തുകൊണ്ട് പോയി. ബിരിയാണി ആക്ച്വലി ഞാൻ ഇതിനു മുന്നേ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ബിരിയാണി കഴിച്ച ആൾക്കാർക്ക് ഈ ബിരിയാണി ഒന്നും അങ്ങനെ ഇഷ്ടാവില്ല. നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ലാത്തൊരു ഐറ്റം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത പ്രോൺ കറി, അത് തനി ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. നമ്മൾ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ. ഈ ഞണ്ട് കറി ഇവരുടെ നല്ലതാണ്, ഡർബൻകാരുടെ. അത് കിട്ടുകയും കഴിക്കാന്ന് വിചാരിച്ചെങ്കിലും അത് കിട്ടിയില്ല. അങ്ങനെ നമ്മളുടെ ഈ ഒരു ബലീറ്റോ ട്രിപ്പ് 2 ദിവസത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബലീറ്റോ പോയത്. ജസ്റ്റ് റിലാക്സ് ചെയ്യാന്ന് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം. കാരണം കുറേ നാളായിട്ട് നമ്മൾ ട്രിപ്പ് പോകാണ്ട് എനിക്കാണെങ്കിൽ ഒരുപാട് പണിത്തിരക്കുകളും കുറേ ഇതുകളും ഉണ്ടായിരുന്നു. ഒന്ന് റെസ്റ്റിലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഞാനൊരു ഗ്യാപ്പൊക്കെ എടുത്തൊക്കെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്. പക്ഷെ ആ സ്ഥലം എൻ്റെ ഭഗവാനെ അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കടൽ ഇത്ര അടുത്ത് നമ്മളിങ്ങനെ താമസിക്കുന്നത് ആദ്യമായിട്ടാട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കാലത്ത് തന്നെ നമ്മൾ ഇവിടുന്ന് സ്ഥലം വിട്ടു, ജോബർഗിലേക്ക്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഫുൾ ബലീറ്റോ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴാണ് എനിക്കിങ്ങനെ പുതിയ പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. ഇത് കുറെ വട്ടമായി പറയുന്നത് ക്ലീഷയും ക്രിഞ്ചും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എനിവേസ് ഈ ബ്യൂട്ടിഫുൾ സ്ഥലത്തിനോട് വിട പറഞ്ഞുകൊണ്ട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. ഇനി അടുത്ത വീഡിയോ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ഇത് നിങ്ങളുടെ ഐശ്വര്യരാം വിത്ത് നമ്മുടെ ഫുൾ ഫാമിലി. സോ ടേക്ക് കെയർ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ടാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.